എല്ലാവർക്കും നമസ്കാരം. ഒരു ദുഃഖവാർത്തയുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു 4:10 കൂടി പോട്ടയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ലീല എന്ന് പറയുന്ന ചേച്ചി, ഒരുവിധം ആ പെട്രോൾ പമ്പിൽ വരുന്ന എല്ലാവർക്കും അറിയാം ആ ചേച്ചിനെ. കാരണം എല്ലാവരുമായിട്ടും ഇടപഴകി സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ്. 7 വർഷത്തോളമായിട്ട് ഈ പെട്രോൾ പമ്പിൽ ക്ലീനിങ് ജീവനക്കാരിയായിട്ടാണ് ഈ ചേച്ചി ജോലി ചെയ്യുന്നത്. ഇന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി ആളൂരുള്ള വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. അതായത് ഹൈവേ മുറിച്ച് കടന്ന് തൊട്ടപ്പുറത്തെ സർവീസ് റോഡിലേക്ക് കടക്കുക എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ആ ചേച്ചി റോഡ് ക്രോസ് ചെയ്തത്. പക്ഷേ എതിർദിശയിൽ നിന്ന് വന്ന ഒരു ബൈക്ക് ഇടിക്കുകയും തുടർന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരും ചേർന്ന് സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. ഈ ചേച്ചി ആദ്യം താമസിച്ചിരുന്ന വീട് കൊരട്ടിയിലെ ഖന്നാനഗറിലാണ്. പിന്നീടാണ് ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഒരു വാടക വീടെടുത്ത് അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പേങ്ങാട്ട് വീട്ടിൽ ബാലൻ എന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേര്. 2 മക്കളാണ്, മകൻ അനന്തു, മകൾ മിക്കുട്ടി. 19-ാം വാർഡിൽ, ആളൂർ പഞ്ചായത്തിൽ തന്നെ 19-ാം വാർഡിൽ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പോട്ടയിൽ ഈ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ നിരവധി പേരാണ് മരണപ്പെടുന്നത്. യാത്രക്കാർക്ക് ബസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരിക്കും അവർ പോകുന്നത്. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ ഒരു അപകടാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മേൽപ്പാലങ്ങൾ ഇറങ്ങി വരുന്ന ഭാഗമാണ്. വാഹനങ്ങളൊക്കെ വലിയ സ്പീഡിലായിരിക്കും. പോട്ടയിലെ മേൽപ്പാലം എന്ന് വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ആളുകളൊക്കെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അപകടങ്ങൾ വരുന്നു. അപകടങ്ങളിലൂടെ മരണപ്പെടുന്നത് വീടിൻ്റെ അത്താണികളായിട്ട് ആളുകളാണ്. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്താണിയായിരുന്നു ഈ ലീല ചേച്ചി. ലീല ചേച്ചി മരണപ്പെട്ടിരിക്കുന്നു. ജോലി കഴിഞ്ഞ് പതിവ് പോലെ വീട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു. പക്ഷേ ആ ചേച്ചിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു മരണം തൻ്റെ മുന്നിൽ വാവിളിച്ച് നിൽക്കുന്നുണ്ടെന്ന്. നമുക്കറിയാം, ഈ പ്രദേശങ്ങളിൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വയോധികരായിട്ടുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ അപ്പുറത്തെ റോഡിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ വാഹനങ്ങൾ വരുന്നത് വലിയ വേഗതയിലായിരിക്കും, പ്രത്യേകിച്ച് മേൽപ്പാലങ്ങൾ ഇറങ്ങി വരുന്ന ഭാഗം. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനെന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തട്ടെ. നമുക്ക് സ്ഥിരം പറയുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇന്നും ഒരു ജീവൻ കൂടി പോട്ടയിൽ പൊലിഞ്ഞിരിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള വീട്ടമ്മ, എല്ലാവർക്കും സുപരിചിതയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിൽ എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ലീല എന്ന് പറയുന്ന ചേച്ചി ഇനിയില്ല. അവരുടെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു. നന്ദി, നമസ്കാരം.